അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. അത് സ്വാഭാവികമായിട്ടും KSRTC ആണ്. അതിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടോ, നേരത്തെ തന്നെ ഊരി വെച്ചതാണോ നമുക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ടൊന്നും എനിക്ക് മറുപടി പറയാൻ കഴിയുന്ന കാര്യമില്ല. അതെല്ലാം അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ. അതിനൊക്കെ മറുപടി പറയേണ്ടത് KSRTC ആണ്. അല്ല, അയാളുടെ പശ്ചാത്തലമെല്ലാം നിങ്ങളുടെ മാധ്യമങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും. അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്, അയാളുടെ നാട്ടിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾ SFI ആയിട്ട് ബന്ധമില്ല, അയാൾ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് ബന്ധമില്ല. അയാൾ നാട്ടിൽ ഇങ്ങനെയെല്ലാമുള്ള പല വിധത്തിലുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ്. അയാളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചാൽ മതി. അയാൾ പറയുന്നതല്ല കേൾക്കേണ്ടത്. നിങ്ങൾക്ക് സ്വതന്ത്രമായ സംവിധാനം വെച്ച് നിങ്ങൾ അന്വേഷിക്കുക, ആരാണെന്ന് മനസ്സിലാവും. ആര്യ പറഞ്ഞതോ CCTV ദൃശ്യമൊന്നുമല്ല. ആര്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ഡ്രൈവർ മോശമായ ആംഗ്യം കാണിച്ച് പെരുമാറുന്നു. സ്വാഭാവികമായിട്ട് അവിടെ പ്രതികരണം ഉണ്ടാവും. ആ പ്രതികരണത്തെല്ലാം നിങ്ങളിങ്ങനെ ഇഴകീറി പരിശോധിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വാർത്ത ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമില്ല. അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പെൺകുട്ടികളോട് ഈ നിലയിൽ പെരുമാറിക്കഴിഞ്ഞാൽ ശക്തമായ നിലയിൽ തന്നെ പ്രതികരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൻ്റെ നിയമവും അതിൻ്റെ അപ്പുറത്തുള്ള നിയമമൊക്കെ നോക്കിയിട്ട് അങ്ങനെ പ്രതികരണം ശരിയാണോ, ഇങ്ങനെ പ്രതികരണം ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ അതൊന്നും നമ്മുടെ പൊതുസമൂഹം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ സഹോദരിമാരോട് ഉണ്ടാകുന്ന ഇത്തരം അക്രമങ്ങളെ അതെല്ലാം കേട്ട് ഒന്നും പറയാതെ നാളെ ഇങ്ങനെയെല്ലാമുള്ള ഭവിഷ്യത്തുണ്ടാവും എന്ന് ആലോചിച്ചിട്ട് മിണ്ടാതെ വീട്ടിൽ പോകണമെന്നാണോ? എന്ത് സന്ദേശമാണ് ഇത്തരം വാർത്തകളിൽ കൂടി നിങ്ങൾ കൊടുക്കുന്നത്? നാളെ ഏതെങ്കിലും ഒരു മേയർക്ക് ഇതാണ് അനുഭവമെങ്കിൽ, ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് നേരെ നടന്ന ഒരു ലൈംഗിക ചേഷ്ടയെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് കഴിയും? എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അതുകൊണ്ട് ഇതെല്ലാം സമൂഹത്തിൽ തെറ്റായ സന്ദേശം മാത്രമേ കൊടുക്കൂ. നമ്മുടെ സഹോദരിമാർക്ക് നേരെ ഉയർന്നു വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ ധീരമായി നേരിടാനാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അതിനു പകരം അവരെ തന്നെ എന്തോ ഒരു പ്രതിയായി ചിത്രീകരിച്ച് സമൂഹത്തിന് മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുക, അതല്ല ഇവിടെ നടക്കുന്നത്. അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. നാളെ ആരും പ്രതികരിക്കണ്ടേ ഇത്തരം കാര്യങ്ങൾ വന്നാൽ?